ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2019 റിലീസ് ചെയ്തിട്ടുള്ള ബർണോസ്റ്റ് എന്ന മൂവിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കപ്പിൾസ് ആയിട്ടുള്ള നമ്മുടെ നായിക ലിനയെയും ഭർത്താവ് സെർജിയെയുമാണ് കാണിക്കുന്നത്. ലിന തൻ്റെ ഭർത്താവുമൊത്ത് റൊമാൻസ് എല്ലാം ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും അവൻ അവളോട് ഒരു താല്പര്യം പോലും കാണിക്കാതെ അവളെ തട്ടിമാറ്റിക്കൊണ്ട് അവിടെ നിന്നും പോകുന്നു. ഇതിൽ ലെനയ്ക്ക് വളരെയധികം വിഷമമെല്ലാമാവുന്നു. അവിടെ കച്ചിത് പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. ആ സമയം സെർജിയോ അത്യാവശ്യമായി കുറച്ച് വർക്കുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആ പെൺകുട്ടിയോടൊപ്പം അവിടെ നിന്നും പോകുന്നു. എന്നാൽ ലെനയ്ക്ക് അവൻ ഈ പെൺകുട്ടിയോടൊപ്പം കറങ്ങി നടക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു. അവൾ ഇവർ തമ്മിൽ ഒരു അഫയറുണ്ടോ എന്ന് വരെ സംശയിച്ചിരുന്നു. ലെന ഒരു ഫെർട്ടിലിറ്റി ക്ലിനിക്കിലെ ഡോക്ടറുടെ അസിസ്റ്റന്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അവിടെ കച്ചിത് തൻ്റെ ജോലിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ലെനയെയാണ് കാണിക്കുന്നത്. ആ സമയം അവളെ മീറ്റ് ചെയ്യാൻ വേണ്ടി പുതിയതായി ഒരു പേഷ്യന്റ് അവിടേക്ക് വരുന്നു. ആ പേഷ്യന്റ് ലെനയോട് അവർക്ക് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും കുട്ടികളൊന്നും ആയിട്ടില്ല എന്നും അതുകൊണ്ട് അവർക്ക് കുറച്ച് അഡ്വൈസുകളെല്ലാം വേണം എന്ന കാര്യമെല്ലാം ലെനയോട് പറയുന്നു. എന്നാൽ കുറച്ചു നേരത്തെ സംസാരം കൊണ്ട് ആ സ്ത്രീക്കും ലെനയ്ക്കുമിടയിൽ വളരെ നല്ല സൗഹൃദമെല്ലാം ക്രിയേറ്റ് ആവുന്നു. അവിടെ കച്ചിത് അന്ന് ഈവനിങ്ങിൽ തനിക്ക് ഒരു പാർട്ടി ഉണ്ടെന്നും അതുകൊണ്ട് ഇന്ന് ഈവനിങ്ങിൽ താൻ വീട്ടിലേക്ക് വരുന്നില്ല എന്ന കാര്യമെല്ലാം സെർജിയോട് വിളിച്ചു പറയുന്ന ലെനയെയാണ് കാണിക്കുന്നത്. കാര്യങ്ങളെല്ലാം സെർജിയോട് പറഞ്ഞതിനു ശേഷം അവൾ കയ്യിലുണ്ടായിരുന്ന പാർട്ടി വെയർ എല്ലാം ധരിച്ചുകൊണ്ട് നേരെ ഒരു ക്ലബിലേക്ക് കയറി ചെല്ലുന്നു. ക്ലബിനകത്ത് കുറച്ച് സമയമെല്ലാം ചെലവഴിച്ചതിനു ശേഷം അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പയ്യനെയും കൂട്ടി ഹോട്ടലിൽ പോയി അവൾക്ക് വേണ്ട ഫിസിക്കൽ നീഡ്സ് എല്ലാം നേടിയെടുക്കുന്നു. അവിടെ കച്ചിത് പിറ്റേ ദിവസം രാവിലെ വീട്ടിലേക്ക് കയറി വരുന്ന ലെനയെയാണ് കാണിക്കുന്നത്. ആ സമയം വീട്ടിൽ പാതി മയക്കത്തിൽ കിടക്കുന്ന സെർജിയോയെ കണ്ട് അവൾ അവനുമൊത്ത് റൊമാൻസ് എല്ലാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അവളെ തട്ടിമാറ്റിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അവിടെ കച്ചിത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സെർജിയോന്റെ ഒരു സ്റ്റേജ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുന്ന ലെനയെയാണ് കാണിക്കുന്നത്. എന്നാൽ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞതിനു ശേഷം സെർജിയോ അതിൽ കൂടെ അഭിനയിച്ച നായികയോട് സോഫ്റ്റ് ആയിട്ടെല്ലാം പെരുമാറുന്നത് കണ്ട് നായികയ്ക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അവർ തമ്മിൽ ഒരു അഫയർ ഉണ്ടോ എന്നെല്ലാം അറിയാൻ വേണ്ടി അവരെ ഫോളോ ചെയ്ത് പോകാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ അവൾ അവരെ ഫോളോ ചെയ്ത് പോകുന്നതിനിടയിൽ അബദ്ധത്തിൽ അവളുടെ കാർ മറ്റൊരു കാറിൽ ചെന്നിടിക്കുന്നു. കാർ ഡാമേജ് ആയതുകൊണ്ട് അവൾ നേരെ ആ വണ്ടിയുമായി വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുന്നു. വർക്ക്ഷോപ്പിൽ വണ്ടിയെല്ലാം ഏൽപ്പിച്ച ശേഷം അവൾ അവിടെ നിന്നും തിരികെ നടന്നു വരുന്ന സമയം വർക്ക്ഷോപ്പിൽ നിന്നും അയാളുടെ കാറുമായി പോകുന്ന ഒരു വ്യക്തി അവളോട് ലിഫ്റ്റ് വേണോ എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. ഇത് കേട്ട അവൾ തൻ്റെ ഭർത്താവിനോടുള്ള ദേഷ്യത്തിൽ അയാളോടൊപ്പം ആ വണ്ടിയിൽ കയറി പോകുന്നു. എന്നാൽ കുറച്ചു ദൂരം പോയതിനു ശേഷം അവർ കാറെല്ലാം സൈഡാക്കി രണ്ടുപേരും കൂടി കാറിൽ വെച്ച് റൊമാൻസ് എല്ലാം ചെയ്യുന്നു. അവിടെ കച്ചിത് ഹോസ്പിറ്റലിൽ ജോലിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന നായികയെയാണ് കാണിക്കുന്നത്. ആ സമയം നായികയുടെ ഒരു പേഷ്യന്റ് താൻ പ്രഗ്നന്റ് ആയി എന്ന കാര്യമെല്ലാം നായികയോട് പറയാൻ വേണ്ടി അവരുടെ ഹസ്ബൻഡിനെയും കൂടി വരുന്നു. എന്നാൽ അവരുടെ ഹസ്ബൻഡിനെ കണ്ട ഉടൻ തന്നെ നായികയ്ക്ക് മൊത്തത്തിൽ ഷോക്കാവുന്നു. അവൾ കുറച്ച് ജോലി തിരക്കുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും നേരെ അവളുടെ ക്യാബിനിലേക്ക് പോകുന്നു. എന്നാൽ ആ വ്യക്തി അയാളുടെ വൈഫ് കാണാതെ നായികയെ മീറ്റ് ചെയ്യാൻ വേണ്ടി അവളുടെ ക്യാബിനിലേക്ക് കയറി ചെല്ലുന്നു. അയാൾ നായികയോട് ആ മുറിയിൽ വെച്ച് മോശമായിട്ടെല്ലാം പെരുമാറാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ഇതിൽ ദേഷ്യം വന്ന നായിക അയാളെ ആ മുറിയിൽ നിന്നും അപ്പോൾ തന്നെ ഇറക്കി വിടുന്നു. അവിടെ കച്ചിത് തൻ്റെ ഹസ്ബൻഡിനോടൊപ്പം ബീച്ചിലേക്ക് ഒരു ട്രിപ്പ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന നായികയെയാണ് കാണിക്കുന്നത്. ബീച്ചിൽ വെച്ച് അവർ സമയമെല്ലാം ചെലവഴിക്കുന്നതിനിടയിൽ നായിക ഹസ്ബൻഡിനോട് അയാൾക്ക് അയാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സിനോട് അഫയർ ഉണ്ടോ എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ ഈ ചോദ്യം കേട്ട സെർജിയോ താൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല എന്ന കാര്യമെല്ലാം നായികയോട് പറയുന്നു. സെർജിയോയുടെ അടുത്തു നിന്നും ഇതുപോലത്തെ മറുപടി ലഭിച്ച നായിക അവൾ ഇത്രയും നാളും അവനോടുള്ള ദേഷ്യത്തിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം ഓർത്ത് അവിടെ വെച്ച് പൊട്ടിക്കരയുന്നു. ആ സംഭവം എല്ലാം കഴിഞ്ഞ് അവരുടെ ലൈഫ് ഹാപ്പിയായി മുന്നോട്ട് പോകുന്ന സമയത്താണ് ഒരു ദിവസം നായികയെ മീറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ പേഷ്യൻ്റ് ആയിട്ടുള്ള ആ സ്ത്രീ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അവർ നായികയോട് അവളും അവരുടെ ഹസ്ബൻഡും തമ്മിൽ ഒരു അഫയർ ഉണ്ടായിരുന്നു എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ നായിക അതൊരു അഫയർ ഒന്നും ആയിരുന്നില്ല എന്നും അന്ന് കാർ വാഷിൽ വെച്ച് അബദ്ധത്തിൽ പറ്റിപ്പോയ കാര്യമാണ് എന്നെല്ലാം അവരോട് പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന പേഷ്യന്റ് നായികയുടെ മുഖത്തടിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. അവിടെ കച്ചിത് മുഖത്തടി കിട്ടിയ ആ വിഷമത്തിൽ വീട്ടിലേക്ക് കയറി വരുന്ന നായികയെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം വീട്ടിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സർജനെ കണ്ട് അവൾ കാര്യം എന്താണ് എന്നെല്ലാം തിരക്കുന്നു. അവളും അവളുടെ പേഷ്യന്റിന്റെ ഹസ്ബൻഡുമായിട്ടുള്ള അഫയറിനെ പറ്റിയെല്ലാം അറിഞ്ഞു എന്ന് അവളോട് പറയുന്നു. ഇത് കേട്ട ലെന താൻ പിടിക്കപ്പെട്ടു എന്ന വിഷമത്തിൽ കുറ്റബോധത്തോടെ എനിക്ക് അറിയാതെ പറ്റിയതാണ് എന്നെല്ലാം സെർജിയോട് പറയുന്നു. എന്നാൽ സെർജിയോ അവൾക്ക് വേറെ ആരെങ്കിലുമായി ഇനിയും അഫയർ ഉണ്ടോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവളോട് ഷൗട്ട് ചെയ്യുന്നു. സെർജിയോ തന്നോട് ഷൗട്ട് ചെയ്ത വിഷമത്തിൽ അവൾ അന്ന് രാത്രി അവിടെ നിന്നും ഇറങ്ങി നേരെ ക്ലിനിക്കിൽ ചെന്ന് കിടക്കുന്നു. അവിടെ കച്ചിത് രാവിലെ സീനിയർ ഡോക്ടറോട്
അവളുടെ റെസിഗ്നേഷൻ ലെറ്ററെല്ലാം സബ്മിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ലെറ്ററെല്ലാം കൊടുത്ത് അവിടെ നിന്നും ഇറങ്ങുന്ന സമയം സെർജിയോ അവളെ മീറ്റ് ചെയ്യാൻ വേണ്ടി അവിടേക്ക് വരുന്നു. അവൻ അവളോട് അവർക്ക് പുതിയ ഒരു നാട്ടിൽ പോയി പുതിയ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇരുവരും കാറിൽ യാത്ര ചെയ്യുന്നതും കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.